സൂപ്പർ. ഹേ ഗൈസ്, അപ്പം ഇന്നൊരു മന്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പ്രോപ്പറായിട്ടുള്ളൊരു മന്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു തട്ടിക്കൂട്ടാണ്. പക്ഷേ വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടം, പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും. അതിനർത്ഥം പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതിനാണ് നല്ല കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ ജാറെടുത്തിട്ട് അതിലേക്ക് മല്ലിയിലയും സവാളയും വെളുത്തുള്ളിയും തക്കാളിയും ഒരു കഷ്ണം മാഗി ക്യൂബും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നിട്ട് അത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഗരം മസാലയും പെരുംജീരകവും സാദാ ജീരകവും അതുപോലെ കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് പാൻ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കനിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും അതുപോലെ ഈ പൊടികളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് 3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് ഒരു പെരി പെരി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെക്കുക, ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു കുത്ത് മാറി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു പരിവായിട്ട് വരുമ്പോൾ നമുക്ക് പാൻ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് സോസ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ്റെ കുറച്ച് മസാല നമ്മളൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അത് നമുക്ക് റൈസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ട് കഴിഞ്ഞ് നമുക്ക് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും ഓൾ സ്പൈസസും ഉണക്ക നാരങ്ങയും 2 പച്ചമുളകും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാലയും അതുപോലെ മന്തിയുടെ മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു പരിവായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഗോൾഡൻ സെല്ല റൈസ് ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ റൈസ് എല്ലാം കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് ചാർക്കോളും കൂടെ വെച്ചിട്ട് നമുക്കത് നന്നായിട്ട് സ്മോക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സീരിയസ്ലി ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എല്ലാവരും എന്തായാലും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ. നല്ല